നേര്യമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ വീട്ടിലെത്തിയ എ രാജ MLA നാട്ടുകാർ തടഞ്ഞു. ഇതിനെ തുടർന്ന് സ്ഥലത്ത് നേരിയ സംഘർഷമുണ്ടായി. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഇന്ദിരയുടെ സംസ്കാരം നടക്കുക. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും. രാഹുൽ, ഇങ്ങനെ സംഘർഷാവസ്ഥ ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഈ MLA എ രാജ MLA എത്തിയ ശേഷം MLA തടയാനുള്ള സാഹചര്യം എന്തോ, ഒപ്പം എന്താണ് അതിന് കാരണമായത്? ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? പ്രജനി, സംഭവം നടന്ന പ്രദേശം ഉൾപ്പെടുന്ന മണ്ഡലത്തിലെ MLA ആണ് എ രാജ. ദേവികുളം മണ്ഡലത്തിലെ MLA ആണ് എ രാജ. ഈ പ്രശ്നങ്ങൾ പലതവണ, ഈ കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട പരാതികൾ പലതവണ എ രാജയോട് അറിയിച്ചിട്ടുണ്ട്. അതിലൊന്നും നടപടി ഉണ്ടായില്ല. മാത്രമല്ല, ഇന്നലെയും ഈ മൃതദേഹം കൊണ്ടുവരുന്ന വഴിയിലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു നാട്ടുകാരുടെ. ആ നാട്ടുകാരെ പോലീസ് ഇടപെട്ടുകൊണ്ട് ലാത്തി കൊണ്ട് കുത്തി ഓടിക്കുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടായിരുന്നു. അതേ ആളുകൾ തന്നെയാണ് ഈ മരണ വീടിന്റെ അടുത്ത് മൃതദേഹം വെച്ചതിന് ശേഷം തൊട്ടുമുകളിൽ MLAയുടെ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാഹനം പാർക്ക് ചെയ്ത വീടിന്റെ ഗേറ്റ് പൂട്ടിയതിനു ശേഷമാണ് MLA തടഞ്ഞു വെക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. MLA കയറി വന്നപ്പോഴേക്കും ആളുകൾ വലിയ പ്രകോപിതരായിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും അവരുടെ നാട്ടിൽ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ, ഈ കാട്ടാന ശല്യമൊക്കെ രൂക്ഷമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു വലിയ ദേഷ്യം സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ തടയാനുള്ള ശ്രമം നടത്തി. പക്ഷേ എ രാജ മറ്റൊരു വാഹനത്തിൽ കയറി പോയതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇതിനിടയിൽ നാട്ടുകാർ തമ്മിൽ അത് ഒരു CPM പ്രവർത്തകരാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അങ്ങനെ CPM പ്രവർത്തകരാണെന്ന് ആരോപിക്കുന്ന ആളുകളും നാട്ടുകാരും തമ്മിൽ ചെറിയ വാക്കേറ്റവും ഉന്തും തള്ളും സംഘർഷവും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോഴും അവിടെ ഒരു ആളുകളുടെ ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോഴും ഈ തൊട്ടടുത്ത മേഖലകളിലൊക്കെ കാട്ടാന ഉണ്ട് താനും. അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇന്നും നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. 10 മണിക്കാണ് ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യുക. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഇന്ന് കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് രാഹുൽ വിജയൻ നൽകിയ വിവരം. കോൺഗ്രസ് എറണാകുളം ജില്ലയിൽ കരിദിനം ആചരിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നും വന്യജീവി ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്നലെ തുടങ്ങിയ ഉപവാസ സമരവും തുടരുന്നുണ്ട്. വന്യജീവി ആക്രമണം തടയുന്നതിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി വനംവകുപ്പിനെതിരെ ഇടുക്കി രൂപതയും രംഗത്തെത്തിയിട്ടുണ്ട്.